Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആപ്പിൾ പുതിയ അവരുടെ ഐപാഡ് നോർമൽ സീരീസ് 11th ജനറേഷൻ ഇപ്പോൾ പുതിയ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഇതിൻ്റെ 10th ജനറേഷൻ ഓൾറെഡി അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഈ സാധനം എനിക്ക് ഓൾറെഡി ഐപാഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി സെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ, അതായത് 11th ജനറേഷൻ ഐപാഡ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ 11th ജനറേഷൻ്റെ പ്രൈസ് വരുന്നത് 35 സ്റ്റാർട്ടിംഗ് ആണ്. നമുക്കിപ്പോൾ 10th ജനറേഷൻ നോക്കുകയാണെങ്കിൽ 28-27 ആ റേഞ്ചിലൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് വാങ്ങിക്കണം, നമ്മുടെ ഐപാഡ് 11th ജനറേഷൻ വാങ്ങിക്കണോ 10th ജനറേഷൻ വാങ്ങിക്കണോ? നിങ്ങൾക്ക് അറിയാം ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയാം. ലുക്കിലോ സംഭവമോ ഒന്നും ഒരു ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല, മെയിനായിട്ട് ഒരു ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രൈസ് ഗ്യാപ്പിൽ നല്ല ലാഭം കിട്ടുകയാണെങ്കിൽ ഏത് വാങ്ങിക്കണം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ട്. എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ നമ്മുടെ ടെക്കിലും ഫിനാൻസിലും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ് ആർക്കിടെക്ചർ ഫീൽഡൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും കാണാത്ത പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ സംശയങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിലും ഐപാഡ് 11th ജനറേഷനും 10th ജനറേഷനും നമ്മുടെ മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ഐഫോണിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഫോണാണ് പോയി ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു മിനിറ്റ്. നമുക്ക് ഐഫോണിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യാത്തവരൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ബഗ് ഫിക്സും കാര്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഐപാഡിൽ എല്ലാത്തിലും വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് 11th ജനറേഷൻ 10th ജനറേഷൻ നോക്കി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഡിഫറൻസ് വരുന്നത് A14 ചിപ്പായിരുന്നു നമ്മുടെ 10th, അത് A16 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഒന്നും അല്ല, നല്ല പഴയ തന്നെയാണ്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആക്കിയിട്ടുണ്ട് മെയിനായിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ വലിയ കാര്യമുള്ള ഡിഫറൻസും കാണുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാം ഡിസൈനും കളറും അടക്കം സെയിം തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ടാണ് മെയിനായിട്ട് പറയാൻ കാരണം, നിങ്ങൾ അത്യാവശ്യം ഒരു നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് A14 ആയാലും A16 ആയാലും വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ വേറെ ഡിഫറൻസ് വന്നിരിക്കുന്നത് നമ്മുടെ ബേസ് വേരിയൻ്റ് ഇപ്പോൾ 128 GB വരുന്നത്. പണ്ട് നമുക്ക് നമ്മുടെ 10th ജനറേഷൻ 64 GB വേരിയൻ്റ് ആയിരുന്നു, അതൊന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഏതാ വാങ്ങിക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 28 രൂപയ്ക്ക് 29 രൂപയ്ക്ക് 10th ജനറേഷൻ 128 GB ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി 10th ജനറേഷൻ വാങ്ങിച്ചാൽ മതി. ഒരാവശ്യമില്ല, ഒരു 5000 6000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് 11th ജനറേഷൻ വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ കിട്ടാനും പോകുന്നില്ല. A16 A14 കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഉള്ള പ്രോസസ്സർ SoC ഒന്നും പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 10th ജനറേഷൻ ആയാലും ഇപ്പോൾ സുഖമായിട്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ആവശ്യമില്ല പുതിയൊരു എക്സ്ട്രാ 6000 രൂപ കൊടുത്തിട്ട് 11th ജനറേഷൻ എടുക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇപ്പോൾ 32-33 രൂപയാണ് 128 GB 10th ജനറേഷൻ ആണെങ്കിൽ പിന്നെ 10th ജനറേഷൻ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തുകൊണ്ടും 11th ജനറേഷൻ തന്നെ പോയാൽ മതി. 34,990 ആക്ച്വലി നമുക്കിപ്പോൾ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് 128 GB. കളർ ബ്ലൂവും അങ്ങനത്തെ പഴയ യെല്ലോ അങ്ങനത്തെ പഴയ മുമ്പത്തെ 10th ജനറേഷൻ അതേ കളർ തന്നെയായിരുന്നു. ഞാൻ അടുത്ത് ബ്ലൂ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കുറേ പേര് അതിൻ്റെ യെല്ലോ എടുക്കുന്നുണ്ട്. യെല്ലോ അത്യാവശ്യം നല്ല കളറാണ്. അപ്പോൾ പിന്നെ പെന്ന് വേണമെങ്കിൽ എക്സ്ട്രാ വേറെ വാങ്ങിക്കണം, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നമ്മുടെ സാംസങ്ങിൻ്റെ പോലെ എക്സ്ട്രാ വേറെ, ഞാനൊക്കെ സാംസങ്ങിൻ്റെ ടബ് ഉപയോഗിക്കുന്നത്, ഐപാഡൊക്കെ ഞാൻ വിറ്റുകയും പറഞ്ഞല്ലോ. അപ്പോൾ സാംസങ്ങിൻ്റെ പോലെ നമുക്ക് ബോക്സിൽ തന്നെ പെന്നൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ എക്സ്ട്രാ വേറെ 10,000-12,000 കൊടുത്തിട്ട് വേറെ വാങ്ങിക്കണം കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാന്ന് തോന്നുന്നത് വേറെ കാര്യം. മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ വീഡിയോ പർപ്പസിനാണ് ഞാനാണ്. പിന്നെ അതിന് ശേഷം ഞാൻ അത് വിറ്റു. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ മാക്ബുക്ക് എല്ലാ ആപ്പിൾ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എക്സെപ്റ്റ് പിന്നെയും ഇഷ്ടപ്പെട്ടേക്കുന്നത് നമ്മുടെ ഐഫോണും ഇപ്പോൾ ആ iOS 18 ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര സാധനം വരുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മെയിൻ പ്രൈമറി ഫോൺ മാറ്റിയത്, ഇപ്പോൾ സാംസങ്ങിലേക്ക് മാറ്റിയത്. ഇപ്പോൾ എൻ്റെ സെക്കൻഡറി ആണിത്. പിന്നെ ഈ ഫോണിനാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ Ultra 2 ആണ്, വാച്ച് അൾട്ര. അപ്പോൾ ഇത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ. ഇപ്പോൾ നമ്മുടെ സാംസങ് വാച്ചിനായിട്ടും ഇഷ്ടപ്പെട്ട സംഭവം തന്നെയാണ് ഈ സാധനം. എന്ന് വെച്ചാൽ നല്ല ബാക്കപ്പും ഡിസ്പ്ലേ ഒക്കെ വലുതാണ്, ഡിസൈനും കൊള്ളാം. ഇപ്പോൾ എനിക്കിതിൽ എൻ്റെ ഇതിൽ നോർമൽ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലെതർ സ്ട്രാപ്പും ഉണ്ട്, ടൈറ്റാനിയം സ്ട്രാപ്പും ഉണ്ട്. അപ്പോൾ നമുക്കൊരു നോർമൽ എന്താ പറയുക ക്ലാസിക് വാച്ച് പോലെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയാം ജിം യൂസിനൊക്കെയാണ് ഞാൻ പറഞ്ഞ G-Shockൻ്റെ, നിങ്ങൾക്കറിയാം G-Shockൻ്റെ ഒരു സ്മാർട്ട് കണക്ടിവിറ്റി ഉള്ള ഒരു വാച്ചാണത്. മോഡലിന് GBR 200 അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് വരുന്നതിൽ എന്താ പറയുക ഹെൽത്ത് ട്രാക്കിങ്ങും, ഹെൽത്തൊന്നും ഫുള്ളെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റെപ്പ് ട്രാക്കിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. G-Shockൻ്റെ നമുക്ക് റഫായിട്ട് ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോകുമ്പോൾ ഞാൻ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് എടുക്കാൻ തന്നെ കാരണം. പറയുമ്പോൾ എനിക്കിത് ഗിഫ്റ്റ് പോലെ കിട്ടിയതാണ് എനിക്ക്, പക്ഷേ ഗിഫ്റ്റ് കാർഡ് കിട്ടിയതാണ്. പക്ഷേ പിന്നെ അത് വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ജിം യൂസിന് എന്താ ചെയ്യുമ്പോൾ നമുക്ക് പറയാമല്ലോ, ഈ സാധനമൊക്കെ കൊണ്ട് ഞാൻ 2 വർഷം സാംസങ് ഇതൊക്കെ കൊണ്ടായത്, പക്ഷേ ചെറുതായിട്ടൊക്കെ തട്ടുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ മാറ്റിയതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ആ ഇഷ്യൂ ഇല്ലല്ലോ, റഫ് ആൻഡ് ടഫ് എഡിഷൻ ആണല്ലോ G-Shock എന്ന് പറഞ്ഞാൽ. അപ്പോൾ
ഐപാഡ് നോക്കുന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസ് മാത്രം 10th ജനറേഷൻ ആണോ 11th ജനറേഷൻ നോക്കി സെലക്ട് ചെയ്യാൻ മറക്കണ്ടിട്ടും. അല്ലെങ്കിൽ ഒരു ഡിഫറൻസും ഇല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് എടുക്കുന്ന ഒരു നിർബന്ധവും ഇല്ല. 10th ജനറേഷൻ നിങ്ങൾക്ക് നല്ല ഡീലിൽ 128 GB 256 GB ഒക്കെ വേണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ 11th ജനറേഷൻ 10th ജനറേഷൻ ചൂസ് ചെയ്യാട്ടാ. അല്ലാണ്ട് ഒരു എന്താ പറയുക, നോർമലി ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയതിനെക്കാട്ടും ഭയങ്കര ഡിഫറൻസും അപ്ഗ്രേഡേഷനും സംഭവമൊക്കെയാണെന്നുള്ളത്. ഇത് ഒരു അപ്ഗ്രേഡേഷനും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ പൈസയ്ക്ക് ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി കിട്ടുന്നത് അത് നോക്കിയിട്ട് 10th 11th നോക്കി എടുക്കാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ടാ. വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.